അപ്പോൾ ഗായ്സ് ഞങ്ങൾ വാങ്കൂവർ പോകാൻ വേണ്ടി റുക്കിയുടെ വീട്ടിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി സുന്ദരികളായിട്ട് ഇറങ്ങിയേക്കുവാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ വാങ്കൂവർ പോകാൻ വേണ്ടിയിട്ട് സ്കൈ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളിത് സ്കൈ ട്രെയിൻ കയറി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ വഴിയൊക്കെ കാണാം. ഓക്കെ. ഇന്നിവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ആക്ച്വലി ഫുൾ ഓഫാണ്. എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. എനിക്കും ജോബില്ല, വർക്കൊന്നും പോകണ്ട, ഫ്രീ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് റുക്കിയുടെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ സ്കൈ ട്രെയിനിലൊന്നും ഒരു മനുഷ്യനില്ല, ഫുൾ എംറ്റിയാണ്. ആകെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നത്. ആ വ്യൂസൊക്കെ നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാനെന്ന്. അപ്പം ഇന്ന് പുറത്ത് നിന്നൊന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞങ്ങളിങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആപ്പിൾ, പ്ലം കേക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. അതാകുമ്പം ഞങ്ങളൊരു ടീ ബ്രേക്ക് പോലെ സ്കൈ ട്രെയിനിൽ നിന്ന് ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക, എവിടെ പോവുക, എങ്ങനെയാണ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളിതാ നല്ല മൗണ്ടെയ്ൻസൊക്കെ കണ്ട്, നല്ല സ്നോ ആണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഫോണിൽ കാണുന്നത് പോലെയല്ല, നല്ല ഭംഗിയാണ് അത് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബർണബി വഴിയാണ് ആക്ച്വലി പോകുന്നത്. അവിടെയുള്ളൊരു പാറ്റുലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് പാസ് ചെയ്യണ സീനാണ് ഇപ്പോൾ കാണുന്നത്. പാറ്റുലോ എന്നാണെന്ന് തോന്നുന്നു പറയണത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ആക്ച്വലി ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അല്ല ആക്ച്വലി, പക്ഷേ ഇന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ വെതറും എല്ലാം ആയിട്ട്, കൂടാതെ ഫ്രണ്ട്സും ഉണ്ട്, അടിപൊളിയായി. പിന്നെ ഞങ്ങൾ ബോറടിച്ച് തുടങ്ങിയപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി കളിച്ചു. റുക്യ എം ആയി, മങ്കിയിൽ എം വരെയായി. അങ്ങനെ ആയിട്ട് രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ അവിടെ ഒരു മാമൻ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഗിറ്റാറൊക്കെ വെച്ച് പുള്ളി നല്ല അടിപൊളിയായിട്ട് നിന്ന് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. അയ്യോ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതിന് മുൻപൊക്കെ വന്നപ്പം വാങ്കൂവറിൽ നല്ല തിരക്കായിരുന്നു, നല്ല ക്രൗഡഡായിരുന്നു പ്ലേസ്. ഒരുപാട് ആൾക്കാരും ഷോപ്സൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇന്ന് ആക്ച്വലി വന്നപ്പോഴത്തേക്കും ഫുൾ എംറ്റിയാണ്, ഒന്നുമില്ലായിരുന്നു, ഒന്നും കാണാനില്ല. ആ ബിൽഡിങ്സ്, നമ്മൾ കാലിയായി കിടക്കുന്ന ആ ബിൽഡിങ്സ് മാത്രമേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെല്ലാവരും ഉണ്ടായതിൻ്റെ പേരിൽ അടിച്ച് പൊളിച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ സ്ഥലത്തൊക്കെ പോയി. സ്കേറ്റിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. ആ പ്ലാൻ നേരെ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായി. ഗായത്രി ആണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ. എനിക്ക് മുറുക്കിയൊക്കെ ഒന്നും വലിയ ആളല്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോയി വന്നു. സ്കേറ്റിങ്ങിന് പോകാൻ പറ്റിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു. റീൽസൊക്കെ ഷൂട്ട് ചെയ്തു, ഫുഡ് കഴിച്ചു. ഞാൻ ഷവർമ കഴിച്ചു, ഞാനും റുക്കിയെ. ഗായത്രി മെക്ഫ്ലറി കഴിച്ചു. മെക്ഫ്ലറി അത് കഴിച്ചു. അപ്പം റുക്കിയ ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. അപ്പം ഞാനും എടുത്തു. അപ്പം അവളുടെ ചാനലിൽ ഞാൻ അവളെ കോപ്പി അടിക്കുന്നതൊക്കെയാണ് പറയണത്, പക്ഷെ അങ്ങനെയല്ല. ഇത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സ്കൈ ട്രെയിനിൽ കയറി കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തും. പിന്നെ നടന്ന് തത്തി വീട്ടിൽ പോയാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ കാണാം.